തീർച്ചയായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും ഒരുവിധം വയ്യാതാവുമ്പോഴാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകുന്നത്. അപ്പോൾ അവിടെ തുടരെ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ പുകയുരുകയും പൊട്ടിത്തെറികളും ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ പതിവാകുമ്പോൾ വലിയ രീതിയിലൊരു ഭയാശങ്ക അവിടെയുള്ള രോഗികൾക്ക് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോഴൊന്നും വിശദീകരണം നൽകിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. ഈ 6-ാം നിലയുടെ സ്വഭാവം എങ്ങനെയാണ്? അത്യാഹിത ബ്ലോക്കാണോ അതോ കാഷ്വാലിറ്റി ആണോ? സുഹൈൽ, അത്യാഹിത വിഭാഗത്തിലെ 6-ാം നിലയിലാണ് ഇപ്പോൾ പുക ഉയർന്നിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ പുക അണച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിൽ അവിടെ നിന്ന് രോഗികളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതൊരു സുരക്ഷ കൂടി കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ഈ 6-ാം നിലയിലെ എല്ലാ രോഗികളെയും താഴേക്ക് എത്തിക്കുന്നു. അത് 4-5 നിലകളിലെ രോഗികളെ കൂടി താഴേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈൽ ചോദിച്ചതുപോലെ തന്നെയാണ്. നേരത്തെ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കാഷ്വാലിറ്റിയിൽ UPS മുറിയിൽ നിന്ന് ഒരു പൊട്ടൽ ഉണ്ടാകുകയും തുടർന്ന് ഈ അത്യാഹിത വിഭാഗത്തിൽ ആകെ പുക പടരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന ഈ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെയൊരു പുക വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. ആ സ്വിച്ച് ഓണാക്കുമ്പോൾ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. അങ്ങനെ പുക പടർന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ രീതിയിലുള്ള ഒരു പുക, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ അപകടത്തിൽ കണ്ട രീതിയിലുള്ള വലിയ ഒരു പുക പടരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മറിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് അവിടെ ഉണ്ടാകുന്നു. അവിടെ ഈ 6-ാം നിലയിൽ പുക ഉയരുന്നു. ഇതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടി വലിയൊരു അപകടം അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നിലവിൽ അവിടെ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. പുക അണച്ചു എന്നുള്ളത് തന്നെയാണ് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഈ രീതിയിൽ ഒരു പാളിച്ചകൾ അല്ലെങ്കിൽ അത്തരം വീഴ്ചകൾ നിരന്തരം അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ മണിക്കൂറുകൾ മാത്രം ഒടുവിൽ ഇതാ വീണ്ടും ഈ പുക പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് നേരത്തെ ആദ്യത്തെ അപകട സമയത്ത് പലരും വിമർശിച്ചതാണ്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. കാരണം അതീവ സുരക്ഷ വേണ്ട ഒരു സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം. നിരന്തരം എന്നോണം രോഗികൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. അവിടെ എപ്പോഴും പരിശോധന നടക്കുന്നില്ലേ എന്ന ചോദ്യം അവിടെ ഉയർന്നു തന്നെ നിൽക്കും. കാരണം കഴിഞ്ഞ അപകടം ഉണ്ടായപ്പോഴും പ്രധാനമായി ഉയർന്നു വന്ന ചോദ്യം അതാണ്. എപ്പോഴും അവിടെ ഒരു ഈ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഒരാൾ അവിടെ ഉണ്ടാകണം, ഏത് സമയത്തും ഒരു പരിശോധന അവിടെ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻപോട്ട് വെച്ചതാണ്. അങ്ങനെ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ടോ, വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. നിലവിലിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രോഗികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അതൊരു സുരക്ഷയുടെ കൂടി കണക്കിലെടുത്താണ്. ഒരു പ്രാഥമികമായ ഒരു പരിശോധന ഇനി അവിടെ നടക്കേണ്ടതുണ്ട്. അവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് ഒരു പ്രവർത്തനം എന്ന രീതിയിൽ അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ആൾക്കാരെ ഒഴിപ്പിക്കുന്നുണ്ട്. പുക അണക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. ശരി, തീർച്ചയായും തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ഒരു പ്രിസൈസ് ആയിട്ട് ഈ ഒരു അപകടത്തിന്റെ ആഴം എന്നതിലപ്പുറത്തേക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, രോഗികളെല്ലാം മാറ്റിയിട്ടുണ്ട്.